ആ ചങ്ങന്മാരെ അപ്പൊ എന്തൊക്കെ വർത്താനം. പിന്നെ നമ്മളെ എല്ലാരെ പരസ്യത്തിലും ഓണസദ്യന്റെ പരസ്യമാണ്. ഓരോ റെസ്റ്റോറന്റിന്റെയും ഓരോ സ്ഥലത്തെയും പരസ്യമൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ വീക്ഷിക്കണം. പക്ഷെ ലാസ്റ്റ് ഒരു പ്രൈസ് പറയുമ്പോൾ നമ്മൾ നെട്ടാണ്. 40 റിയാല് 38 റിയാല്. അതൊന്നും ഇപ്പൊ ചിലപ്പോ സാധാരണ ഒരു സാധാ ശമ്പളം വാങ്ങുന്ന ഒരാൾക്കൊന്നും പോയി കഴിക്കാൻ ചിലപ്പോ അഫോർഡബിൾ ആയ പ്രൈസ് അല്ലാതെ ഇന്നെ കൂടെ ഇല്ലാട്ടെ, ഞാൻ പോയി കഴിക്കൂല. എനിക്ക് നമ്മൾ ഈ ചെറിയ ശമ്പളത്തിന് വഴി എടുത്തിട്ടൊന്നും അത് പോയി കഴിച്ചൊന്നും വരില്ല. ഇനിയിപ്പോ ഇതിനും കുറഞ്ഞ ശമ്പളത്തിൽ പഠിക്കുന്ന ആൾക്കാർ, ഒരുപാട് ആൾക്കാർ സദ്യ കഴിക്കാൻ ആഗ്രഹമുണ്ടാവും. അപ്പൊ നിങ്ങൾ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ സദ്യ കിട്ടുന്ന സ്ഥലം എവിടെയെന്നൊന്ന് കമന്റ് ചെയ്യും. അപ്പൊ അത് അറിഞ്ഞ ആൾക്കാർക്കൊന്ന് പോയി കഴിക്കുകയും ചെയ്യാറ്. അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് പോയി കഴിക്കാലോ. എന്റെ ഒരു അറിവില് ഇനിയിപ്പോ 1-2 ഹോട്ടൽസ് ഉണ്ട്. ഓല് അതിന്റെ പ്രൈസ് ഔട്ട് ചെയ്തിട്ടില്ല. ഓല് ഞാൻ ആലോചനയിലാണ്. നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് പറയാന്നാ പറയണത്. നാളൊക്കെ പറയായിരിക്കും. അപ്പോ നിങ്ങൾക്ക് അറിയുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ, ആരെങ്കിലും പറഞ്ഞ സ്ഥലങ്ങൾ, ജിദ്ദിയിൽ എവിടെയെങ്കിലും കുറഞ്ഞ പ്രൈസിന് ഓണസദ്യ കിട്ടുന്ന സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ പറയട്ടോ. അപ്പൊ ഞാൻ കേട്ടിടത്തോളം ഒക്കെ 30 റിയാലിന് അങ്ങനെ മേപ്പെട്ടുള്ളൂ. എല്ലായിടത്തും ഞാൻ കേട്ട വീഡിയോസിലൊക്കെ 30 റിയാലിന് കുറവാണ്. 38, 40 ആ റേഞ്ചിലൊക്കെയാണ് ഓരോ ഓണസദ്യന്റെ പ്രൈസ് അറിയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും കുറഞ്ഞ റേറ്റിന് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഭയങ്കര ഒരു 10-50 ഐറ്റംസ് ഒന്നും വേണ്ട, ഒരു കുറച്ച് ഐറ്റംസ് ഉള്ള ഒരു സാധാ സദ്യ കിട്ടിയാലും മലയാളി ഹാപ്പി ആയിരിക്കും. എണ്ണം കുറെ കൂടെ ഇവര് വായന്റെ മുതൽ ഉപ്പ് മുതൽ മറ്റയിലിടുന്ന പച്ചമുളക് വരെ എണ്ണിക്കാണ്ടാണ് എണ്ണം കൂട്ടുന്നത്. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ കുറഞ്ഞ പ്രൈസിൽ ആർക്കെങ്കിലും ഓണസദ്യ കിട്ടുന്ന സ്ഥലം അറിയെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അതിന് വേണ്ടിയിട്ടൊരു വീഡിയോ ആണ്. അപ്പൊ ശരി, എന്നാ ഓക്കെ.